ഗുഡ് മോർണിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ ഈ ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്നത് പുതിയൊരു കൺസെപ്റ്റ് ആണ് കേട്ടോ. സി എന്ന് പറയും. അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. അപ്പോൾ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് വരുന്നത് ഇങ്ങനെയാണ്, പ്രിൻസിപ്പിൾസ് ഓഫ് പ്രോഗ്രാമിംഗ് ആൻഡ് വെബ് ടെക്നോളജീസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അതിൻ്റെ തമ്പനിയിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റും. അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യണം, വീഡിയോസ് എടുത്ത് പ്ലേ ചെയ്ത് കാണണം കേട്ടോ. ഓക്കെ, അപ്പോൾ സി എന്ന് ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി അതൊരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ്. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സി, C++, ജാവ, പൈത്തൺ, അതുപോലെ ASP.NET, C#, അങ്ങനെ പല 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 ലാംഗ്വേജസിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട്, അതായത് നിങ്ങൾക്ക് ഇപ്പോൾ ജാവ നിങ്ങൾക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ പൈത്തൺ നിങ്ങൾക്ക് ചെയ്തെടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും ബേസിക് ആയിട്ട് അറിയേണ്ടത് സി എന്ന് പറയുന്ന ലാംഗ്വേജ് ആണ്. അതായത് നമ്മൾ അക്ഷരങ്ങൾ പഠിക്കുന്ന പോലെ മലയാളം നമുക്ക് എഴുതണം അല്ലെങ്കിൽ വായിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ മലയാളം അക്ഷരങ്ങൾ ആദ്യം പഠിക്കണം. അതുപോലെ തന്നെയാണ് സി ലാംഗ്വേജിൻ്റെയും കൺസെപ്റ്റ് വരുന്നത്. സീനെയാണ് നമ്മൾ അക്ഷരങ്ങളായിട്ട് നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റുന്നത്. ഈ ബേസ് കൊടുക്കുന്നത് പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൻ്റെ ഒരു ബേസ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് തന്നെ ശരിക്കും പറഞ്ഞാൽ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് ആണ് കേട്ടോ. പക്ഷേ ഈ സി ഇപ്പോൾ നമ്മൾ പെട്ടെന്ന് നമുക്ക് ചാടി കയറി സിയിൽ പ്രോഗ്രാം എഴുതാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതിനായിട്ട് അതിൻ്റെ കുറച്ച് തിയറി പാർട്ടുകളും എന്താണ് അൽഗോരിതം, എന്താണ് ഫ്ലോ ചാർട്ട്, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ പഠിച്ചതിന് ശേഷം മാത്രമേ നമുക്ക് പ്രോഗ്രാമിങ്ങിലേക്ക് കടക്കാനായിട്ട് സാധിക്കത്തുള്ളൂ. പക്ഷേ സി എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾക്ക് കുറച്ച് ലോജിക്കലി നമ്മൾ തിങ്ക് ചെയ്ത് വേണം നമുക്ക് സിയിൽ ശരിക്കും പറഞ്ഞാൽ നമ്മൾ പ്രോഗ്രാംസ് എഴുതാനായിട്ട്. ആ ലോജിക്കൽ തിങ്കിങ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, സി വളരെ പെട്ടെന്ന് പഠിച്ചെടുക്കാനും പറ്റും. അതുപോലെ തന്നെ ബാക്കിയുള്ള ലാംഗ്വേജസും നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് എന്താണ് അൽഗോരിതം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ആണ് കേട്ടോ. ആ അൽഗോരിതം പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ നേരെ ഫ്ലോ ചാർട്ടിലോട്ട് പോകും. അപ്പോൾ ഏറ്റവും ആദ്യം എന്താണ് അൽഗോരിതം എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കൺസെപ്റ്റ് നമുക്ക് നോക്കാം, അൽഗോരിതം. നിങ്ങൾക്ക് ടെക്സ്റ്റിന്റെ ഇമേജ് നിങ്ങൾക്ക് ഫുൾ ആയിട്ട് കാണാൻ പറ്റും. അത് ചെക്ക് ചെയ്യുക കേട്ടോ എന്താണെന്നുള്ളത്. ഞാൻ പറയാൻ പോകുന്ന എല്ലാം ടെക്സ്റ്റിനകത്ത് നിങ്ങൾക്ക് അവൈലബിൾ ആണ്. ഓക്കെ, അൽഗോരിതം ഇസ് എ step-by-step process that specifies a set of instructions that is to be carried out in a specific order in order to get the desired outcome അല്ലെങ്കിൽ ഔട്ട്പുട്ട് എന്നുള്ളതാണ് അവർ ഡെഫിനിഷൻ ആയിട്ട് പറഞ്ഞേക്കുന്നത്. നമുക്ക് നോക്കാം. അപ്പൊ അൽഗോരിതം എന്ന് പറയുന്നത് എന്താണ്? ഫോർ എക്സാമ്പിൾ നമുക്ക് ആദ്യം ഇതിനെ ഒരു എക്സാമ്പിൾ ആയിട്ട് വെച്ച് തന്നെ നമുക്ക് പറയാം. നമുക്കൊരു ഇഷ്യൂ ഉണ്ട്, നമുക്കൊരു പ്രോബ്ലം ഉണ്ട്. ആ പ്രോബ്ലത്തിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പല രീതികളിൽ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ സംഭവം ഇത് സോൾവ് ചെയ്യണമെങ്കിൽ, നമ്മുടെ കമ്പ്യൂട്ടർ ഈ പ്രോബ്ലം സോൾവ് ചെയ്യണമെങ്കിൽ നമ്മൾ തന്നെ എന്ത് ചെയ്യണം, കുറേ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അതിനകത്ത് ഫീഡ് ചെയ്യണമെന്ന് നമ്മൾ ഓൾറെഡി പഠിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നമ്മൾ ആദ്യം എന്ത് ചെയ്യും, ഇതിനകത്ത് ഫീഡ് ചെയ്യുമ്പോൾ കമ്പ്യൂട്ടർ ഓരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും. അതായത് ആദ്യം ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും, പിന്നെ തേർഡ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യും. അങ്ങനെ ഏറ്റവും ലാസ്റ്റ് ഏത് ഇൻസ്ട്രക്ഷൻ ആണോ പറഞ്ഞേക്കുന്നത് അതിങ്ങനെ അവരെന്ത് ചെയ്യും, കറക്റ്റ് ആയിട്ട് എക്സിക്യൂട്ട് ചെയ്ത് ലാസ്റ്റ് സ്റ്റെപ്പ് വരെ എത്തി കഴിയുമ്പോഴാണ് എന്ത് ചെയ്യുന്നത്, നമുക്ക് ഒരു എക്സിക്യൂഷൻ കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഡിസയേർഡ് ആയിട്ടുള്ള നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു ഔട്ട്പുട്ട് നമുക്ക് കിട്ടും അല്ലെങ്കിൽ ലഭിക്കും എന്നുള്ളതാണ് അവരോട് പറയുന്നത്. ഇനി നമുക്ക് ഒരു പ്രോബ്ലം ഉണ്ട് എങ്കിൽ ആ പ്രോബ്ലത്തിനെ ഏറ്റവും ഫൈനൈറ്റ് ആയിട്ടുള്ള സ്റ്റെപ്സിലൂടെ വേണം നമ്മൾ റെപ്രസെന്റ് ചെയ്ത് ഈ ഇൻസ്ട്രക്ഷൻ അവിടെ എഴുതാനായിട്ട്. അതായത് ഏറ്റവും കുറഞ്ഞ നമ്പർ ഓഫ് സ്റ്റെപ്സിൽ നമുക്ക് എങ്ങനെ സൊല്യൂഷൻ കണ്ടെത്താം, അതായിരിക്കണം അവിടുത്തെ ആ ഒരു അൽഗോരിതം എന്ന് അതിനെയായിരിക്കും നമ്മൾ അൽഗോരിതമായിട്ട് സെലക്ട് ചെയ്യുന്നത്. ഇപ്പം നമുക്ക് ഒരു എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ചായ ഉണ്ടാക്കണം എന്ന് നിങ്ങൾ വിചാരിക്കുക കേട്ടോ. ചായ ഉണ്ടാക്കാൻ നമുക്ക് രണ്ട് രീതികളിൽ ഉണ്ടാക്കാം. ഒന്നുകിൽ ഫസ്റ്റ് അൽഗോരിതം 1 കേട്ടോ. സ്റ്റെപ്പ് 1 എന്താണ്, ചായപാത്രം സ്റ്റൗവിലേക്ക് വെച്ച് കത്തിക്കുക, സ്റ്റെപ്പ് 1. അടുത്തത് നമുക്കൊരു 3 ഗ്ലാസ് വെള്ളമാണ് 3 ഗ്ലാസ് ചായയാണ് ഇടേണ്ടത് എന്നുണ്ടെങ്കിൽ 1.5 ഗ്ലാസ്, ഇത് സ്റ്റെപ്പ് 2 ആണ് കേട്ടോ. സ്റ്റെപ്പ് 2ൽ നമ്മൾ എന്ത് പറയും, 1.5 ഗ്ലാസ് വെള്ളം ഒഴിക്കുക, 1.5 ഗ്ലാസ് പാലൊഴിക്കുക, ഒരു ഡിപ്പെൻഡിങ് അപ്പോൺ ദി ചായപ്പൊടി അത് 1.5 തൊട്ട് 2 സ്പൂൺ വരെയൊക്കെ വരും. നമ്മൾ എന്ത് ചെയ്യണം, ചായപ്പൊടി ഇടുക, അതിൻ്റെ കൂടെ തന്നെ പഞ്ചാരയും ഇടുക, അത് തിളയ്ക്കാനായിട്ട് നോക്കി നിൽക്കുക, സ്റ്റെപ്പ് 2. ഇനി സ്റ്റെപ്പ് 3ൽ എന്താണ്, ഈ തിളച്ച സാധനത്തിനെ അരിച്ചെടുത്ത് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. അപ്പോൾ 3 സ്റ്റെപ്പിൽ ഇവിടെ സംഭവം
സോൾവ് ചെയ്യാൻ നമുക്ക് സാധിച്ചു. ഇനി ഇതല്ല, കുറച്ചും കൂടെ നല്ല രീതിയിൽ എക്സാജുറേറ്റ് ചെയ്ത് നമുക്ക് വേണമെങ്കിൽ ഇൻസ്ട്രക്ഷൻ കൊടുക്കാം. എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പൊ കുറച്ചും കൂടി രുചിയൊക്കെ കൂടും കേട്ടോ. അതാണ് അതിന്റെ ഉപയോഗം. രണ്ടാമത്തെ അൽഗോരിതം നമ്പർ 2. സ്റ്റെപ്പ് 1 എന്താ അവർ പറഞ്ഞേക്കുന്നത്? ഇത് കണക്ക് തന്നെ ചായപാത്രം എടുക്കുക, സ്റ്റൗവിൽ വെക്കുക, കത്തിക്കുക. സ്റ്റെപ്പ് 2 എന്താണ് പറഞ്ഞേക്കുന്നത്? 1.5 ഗ്ലാസ് വെള്ളം, 1.5 ഗ്ലാസ് പാല് ഇത് ഒഴിക്കുക. ഇത് ഒഴിച്ചതിന് ശേഷം എന്ത് ചെയ്യാം? ഇത് തിളച്ച് വരാനായിട്ട് വെയിറ്റ് ചെയ്യാം. ഓക്കെ. സ്റ്റെപ്പ് 3 തിള വന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ, ചെറിയൊരു തിള വന്നെന്ന് മനസ്സിലാക്കുമ്പോൾ നമ്മൾ എന്നാ ചെയ്യണം? ഒരു 2 സ്പൂൺ വരുന്ന ചായപ്പൊടി എടുത്ത് അതിനകത്തേക്ക് ഇടുക. അതോടൊപ്പം ഷുഗർ ഇടുക എന്ന് സ്റ്റെപ്പ് 3 നമ്മൾ പറഞ്ഞു അല്ലെ. അടുത്ത സ്റ്റെപ്പ് 4 നമ്മൾ എന്ത് പറഞ്ഞു? ഇത് തിളച്ച് വന്ന് കഴിയുമ്പോൾ ഈ സാധനത്തിനെ അരിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു സ്റ്റെപ്പ് 4. സ്റ്റെപ്പ് 5 നമ്മൾ എന്ത് പറഞ്ഞു? ഈ സംഭവം അരിച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ചായ ഇങ്ങനെ പതപ്പിച്ചെടുത്തിട്ട് ഗ്ലാസ്സിലേക്ക് ഒഴിക്കുക. അതാണ് സ്റ്റെപ്പ് 5. അപ്പൊ ഈ സ്റ്റെപ്പ് 5 വരെ എവിടെ വന്നു? സെക്കൻഡ് അൽഗോരിതത്തില് വന്നു. ഇനി വേണമെങ്കിൽ ഇതിനെ വീണ്ടും കൂട്ടാം. എങ്ങനെയാ? അൽഗോരിതം നമ്പർ 3 നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? മറ്റേ ഷുഗർ നമ്മൾ ഒറ്റയടിക്കാണ് ചേർത്തത്, ഷുഗറും ചായപ്പൊടിയും കൂടി. അത് വേണ്ട. നമ്മൾ ഷുഗറിനെ ഒരു സ്റ്റെപ്പിൽ ആഡ് ചെയ്യുന്നു, അടുത്ത സ്റ്റെപ്പിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചായപ്പൊടിനെ ആഡ് ചെയ്യുന്നതായിട്ട് വേണമെങ്കിൽ കാണിക്കാം. അപ്പൊ വീണ്ടും സ്റ്റെപ്പുകൾ എന്ത് ചെയ്തു? ഇൻക്രീസ് ചെയ്ത് പൊക്കോണ്ടിരിക്കുക. പക്ഷെ നമുക്കൊരു അൽഗോരിതത്തിൽ നമ്മൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഏറ്റവും ഫൈനൈറ്റ് നമ്പർ ഓഫ് സ്റ്റെപ്സിൽ, ഏറ്റവും പരിമിതമായിട്ടുള്ള നമ്പർ ഓഫ് സ്റ്റെപ്സിൽ എങ്ങനെ നമുക്ക് ഒരു സൊല്യൂഷൻ കണ്ടെത്താം എന്നുള്ളതാണ് നമ്മൾ അൽഗോരിതം വഴി കണ്ടെത്താനായിട്ട് ട്രൈ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മൾ ആ അൽഗോരിതം ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറഞ്ഞതാണ് കേട്ടോ. നമ്മളൊരു പ്രോഗ്രാം ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ 2 നമ്പേഴ്സിനെ ആഡ് ചെയ്യണമെങ്കിൽ ഇതേപോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അൽഗോരിതം എഴുതാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി ഇതിന്റെ മറ്റൊരു ഗുണം കൂടെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. നമ്മളിപ്പോൾ ഒരു അൽഗോരിതം എഴുതുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു എറർ വരാൻ സാധ്യതയുണ്ട് എങ്കിൽ ആ എറർ നമുക്ക് മുൻകൂട്ടി കാണാനും ആ എറർ വരാതെ എങ്ങനെയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? കോഡുകൾ അല്ലെങ്കിൽ ഇൻസ്ട്രക്ഷൻ എഴുതി കൊടുക്കാമെന്നും നമുക്ക് എന്തിലൂടെ മനസ്സിലാക്കാൻ പറ്റും? മേൽ പറഞ്ഞ അൽഗോരിതത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഇനി ഞാൻ ആ ടെക്സ്റ്റിൽ കണ്ടന്റ് വായിക്കുമ്പോൾ നമുക്ക് കുറച്ചും കൂടെ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പൊ an algorithm is a step-by-step process that specifies a set of instructions that is to be carried out in a specific order to get the desired outcome. അപ്പോൾ അവർ എന്നാ പറയുന്നത്? കുറേ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് അവർ എന്ത് ചെയ്യുന്നു? എക്സിക്യൂട്ട് ചെയ്യുന്നു. ഇതിനെ അവരൊരു സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് പ്രോസസ് ആയിട്ടാണ് കണക്കാക്കുന്നത്. ഒരു ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞായിരിക്കും അടുത്ത ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യുന്നത്, അത് കഴിഞ്ഞിട്ടായിരിക്കും അടുത്ത ഇൻസ്ട്രക്ഷൻ. അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണ്? നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള ഒരു ഔട്ട്കം നമുക്കിവിടെ ലഭിക്കുകയാണ് ചെയ്യുന്നത്. ഇനി അൽഗോരിതത്തിനെ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു ചെറിയൊരു എന്ത് കാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് വേണമെങ്കിലും, ഒരു കമ്പ്യൂട്ടറിനെ കൊണ്ട് എന്ത് ജോലി ചെയ്യിപ്പിക്കണമെങ്കിലും, അതിപ്പോൾ ഒരു കാൽക്കുലേഷൻ ആകട്ടെ, അല്ലെങ്കിൽ ഒരു ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു പ്രോബ്ലം അല്ലെങ്കിൽ ഒരു ടാസ്ക്, അങ്ങനെ ഒരു ജോലി ചെയ്യിപ്പിച്ചെടുക്കാനാകട്ടെ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ചെയ്യാനും നമുക്ക് എന്ത് ഫസ്റ്റ് എഴുതേണ്ടി വരും? നമ്മൾ അൽഗോരിതം എന്ന് പറയുന്ന ഒരു സംഭവം നമ്മൾ എഴുതേണ്ടി വരും. ഇനി ഈ അൽഗോരിതത്തിനെ ശരിക്കും പറഞ്ഞാൽ ഇപ്പൊ സി പ്രോഗ്രാമിംഗ് ലാംഗ്വേജിൽ മാത്രമാണ് നമ്മൾ അൽഗോരിതം എഴുതുന്നത് എന്ന് നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ. നിങ്ങൾ ജാവയിൽ ചെയ്യട്ടെ, പൈത്തണിൽ ചെയ്യട്ടെ, നിങ്ങൾ എന്ത് ലാംഗ്വേജിലും പ്രോഗ്രാം എഴുതുന്നതിന് മുൻപും നിങ്ങൾ ആദ്യം എന്ത് എഴുതണം? ഈ മേൽപ്പറഞ്ഞ അൽഗോരിതം എന്ന് പറയുന്ന കൺസെപ്റ്റ് നിങ്ങൾ എഴുതണം. ഈ അൽഗോരിതം മാത്രമല്ല കേട്ടോ, ഇതിൻ്റെ കൂടെ ഒരു സംഭവം കൂടെ ഉണ്ട്, ഫ്ലോ ചാർട്ട് എന്ന് പറയും. അപ്പൊ ഇതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് ആ കോഡ് കൃത്യമായിട്ട് എഴുതാനായിട്ട് നമുക്ക് സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഈ അൽഗോരിതം എന്ന് പറയുന്നത് എന്നാൽ ഒരു പ്രോഗ്രാമിംഗ് കോഡോ അങ്ങനെയുള്ള ഒരു കാര്യമൊന്നുമല്ല. ഇത് ശരിക്കും പറഞ്ഞൊരു ഇൻഫോർമൽ രീതിയിലുള്ള, അതായത് അനൗപചാരികമായിട്ടുള്ള രീതിയിൽ ഒരു പ്രോബ്ലത്തിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം എന്ന് പറയുന്ന ഒരു രീതിയായിട്ടാണ് നമുക്ക് കണക്കാക്കുന്നത്. അപ്പൊ ഇതിന് 2 രീതികളുണ്ട്. ഞാൻ കുറച്ച് മുമ്പ് പറഞ്ഞ പോലെ, ഒന്നൊരു ഫ്ലോ ചാർട്ടും, രണ്ടാമത്തെന്ന് പറയുന്നത് ഒരു സ്യൂഡോ കോഡ്. സ്യൂഡോ കോഡ് എന്ന് പറയുന്നത് വേറൊന്നുമില്ല, അൽഗോരിതത്തില് എന്താണ് ചെയ്യേണ്ടത് എന്ന് വിശദമായിട്ട് പറയുന്ന രീതിയാണ്, എഴുതി വെക്കുന്ന രീതിയെയാണ് നമ്മൾ സ്യൂഡോ കോഡ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ. അപ്പോ
ഇനി നമ്മൾ പഠിക്കുന്നത് നമ്മുടെ അൽഗോരിതത്തിൽ എങ്ങനെയാണ് ഡേറ്റ ഫ്ലോ വരുന്നത് എന്നുള്ളതാണ് കേട്ടോ. സാധാരണ നമുക്ക് ബേസിക്കലി നമുക്ക് എല്ലാവർക്കും അറിയാം, ഇൻപുട്ട് ഉണ്ട്, പ്രോസസ്സിംഗ് ഉണ്ട്, അതുപോലെ ഔട്ട്പുട്ട് ഉണ്ട്. അത്രയും കാര്യങ്ങളെ നമുക്ക് എവിടെയും ഉള്ളൂ, അൽഗോരിതത്തിനകത്തും വരുന്നുള്ളൂ. കാര്യം അത് എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണല്ലോ പറയുന്നത് ആ പ്രോബ്ലത്തിനുള്ള സൊല്യൂഷൻ. അപ്പൊ നമുക്ക് നോക്കാം. ബേസിക്കലി ഇതിനകത്ത് വരുന്ന ഒരു 5 ടേംസ് ആണുള്ളത്. ഒന്നാമത്തെ ടേം ആണ് പ്രോബ്ലം എന്ന് പറയുന്നത്. വേറൊന്നുമില്ല, റിയൽ വേൾഡിൽ അല്ലെങ്കിൽ ഒരു റിയൽ വേൾഡ് ഇൻസ്റ്റൻസ് ആയിട്ട് നമ്മളുടെ കൺമുന്നിൽ എന്തെങ്കിലും ഒരു ഇഷ്യൂ വരുന്നു. ആ ഇഷ്യൂവിന് വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്നത് അല്ലേ. എന്ത് ഇഷ്യൂവിന് വേണ്ടിയിട്ടാണോ നമ്മൾ പ്രോഗ്രാം എഴുതാൻ പോകുന്നത്, അല്ലെങ്കിൽ എന്ത് ഇഷ്യൂവിന് വേണ്ടിയിട്ടാണോ നമ്മളൊരു സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് നിർമ്മിച്ചെടുക്കുന്നത്, ആ ഇഷ്യൂ തന്നെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രോബ്ലം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അതിന്റെ എക്സാമ്പിൾ ആഡിങ് ടു നമ്പേഴ്സ്, ഇതാണ് നമ്മുടെ പ്രോബ്ലം. അപ്പൊ അതിനെ ആസ്പദമാക്കിയായിരിക്കും അവർ എന്ത് എഴുതുന്നത്, അൽഗോരിതം എഴുതുന്നതെന്ന് മനസ്സിലാക്കുക, അല്ലെങ്കിൽ സെറ്റ് ഓഫ് ഇൻസ്ട്രക്ഷൻസ് എഴുതുന്നതെന്ന് മനസ്സിലാക്കുക കേട്ടോ. അടുത്തത് സെക്കൻഡ് ടേം എന്ന് പറയുന്നത് അൽഗോരിതം എന്ന് പറയുന്നതാണ്. അപ്പൊ അൽഗോരിതം എന്ന് പറയുന്നത് എന്താണ്, ഒരു പ്രോബ്ലത്തിനെ എങ്ങനെ നമുക്ക് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നമുക്ക് അതിനെ സോൾവ് ചെയ്തെടുക്കാം, ഫിനിറ്റ് സ്റ്റെപ്സിനുള്ളിൽ, അതായത് പരിമിതമായിട്ടുള്ള സ്റ്റെപ്സിനുള്ളിൽ നിർത്തിക്കൊണ്ട് നമുക്ക് എങ്ങനെ ആ പ്രോബ്ലത്തിനെ മാറ്റിയെടുക്കാം എന്നുള്ളതാണ്, സോൾവ് ചെയ്യാം എന്നുള്ളത് നമുക്ക് കാണിച്ചു തരുന്ന ആ പ്രക്രിയയാണ് അല്ലെങ്കിൽ പ്രോസസ്സിനെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുന്ന അൽഗോരിതം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അടുത്തത് ഇൻപുട്ട് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, നമ്മളൊരു അൽഗോരിതം ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ അതിന് കൃത്യമായിട്ടുള്ള ഇൻപുട്ട് നമ്മൾ അവിടെ കൊടുക്കണം അല്ലേ. 2 നമ്പേഴ്സ് നമ്മൾ ആഡ് ചെയ്യണം എന്നുള്ളതാണ് നമ്മുടെ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ ആ 2 നമ്പേഴ്സ് ആണ് എന്താണെന്ന് നമുക്ക് പറയാൻ പറ്റുന്നത്, ഇൻപുട്ട് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. അടുത്തത് പ്രോസസ്സിംഗ് യൂണിറ്റ്. അപ്പൊ ഈ പ്രോസസ്സിംഗ് യൂണിറ്റ് എന്ന് പറയുമ്പോൾ എന്ത് പറയാൻ പറ്റും, ഈ പ്രോസസ്സിംഗ് യൂണിറ്റ് ആണ് എന്ത് ചെയ്യുന്നത്, ഇൻപുട്ടിനെ എടുക്കുന്നത്, റിസീവ് ചെയ്യുന്നതും അതുപോലെ തന്നെ പ്രോസസ്സിംഗ് ഒക്കെ നടത്തുന്നതും കാൽക്കുലേഷൻസും ടാസ്കുകളും എല്ലാം ചെയ്യുന്നതും ആരായിരിക്കും, പ്രോസസ്സിംഗ് യൂണിറ്റ് ആയിരിക്കും. എന്നിട്ട് അവരെന്ത് ചെയ്യും, ഔട്ട്പുട്ട് യൂണിറ്റിലേക്ക് കൊടുക്കുകയും ചെയ്യും. അടുത്ത ഔട്ട്പുട്ട്. ദ ഔട്ട്പുട്ട് ഓഫ് എ പ്രോഗ്രാം ഇസ് റെഫർഡ് ടു ആസ് ഇറ്റ്സ് റിസൾട്ട് ഓർ ഔട്ട്കം. ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്ക് കിട്ടുന്ന റിസൾട്ട് അഥവാ ഔട്ട്കമ്മിനെയാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റുന്നത്, ഔട്ട്പുട്ട് എന്ന് പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പൊ പ്രോബ്ലം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എന്താണെന്നുള്ളത്, ഇൻപുട്ട് എന്താണെന്ന് മനസ്സിലായി കാണും. ഇവിടെ ഇൻപുട്ട് 1 ഉം 2 ഉം ആണ് എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. പ്രോസസ്സിംഗ് യൂണിറ്റിനകത്ത് പോകുമ്പോൾ 1+2 എന്നുള്ള കാര്യം ചെയ്യുന്നു. ആ 1+2 കഴിഞ്ഞിട്ട് ഔട്ട്പുട്ടിലേക്ക് എത്തുമ്പോൾ 3 എന്നുള്ള ഉത്തരം നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് കാണിച്ച് തരുന്നു കേട്ടോ. അപ്പൊ ഈ ഒരു കണ്ടന്റിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ അൽഗോരിതത്തിന്റെ ഡേറ്റ ഫ്ലോ നടക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കുക കേട്ടോ. ഓക്കെ, ക്ലാസ്സുകൾ കഴിയുന്നു. നിങ്ങൾക്ക് ഈ ക്ലാസ്സിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ടീച്ചേഴ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ട നമ്പർ 9388850850. നിങ്ങളുടെ സ്ക്രീനിൽ ഇപ്പോൾ അത് കാണുക കേട്ടോ. ഈ നമ്പർ നിങ്ങൾ എപ്പോഴും സേവ് ചെയ്ത് വെക്കുക, പ്രത്യേകിച്ച് ഓൺലൈനൊക്കെ പഠിക്കുന്ന കുട്ടികൾ സേവ് ചെയ്ത് വെച്ചേക്കുക. ഞങ്ങൾ ടീച്ചേഴ്സിനെ നിങ്ങൾക്ക് അവൈൽ ചെയ്ത് കിട്ടുന്നതായിരിക്കും കേട്ടോ. രാവിലെ 9:30 to 5:30 വരെയാണ് നിങ്ങൾക്ക് കോൾ ചെയ്യാനുള്ള ടൈം കേട്ടോ. താങ്ക് യു.